നമസ്കാരം, ചെസ് മാസ്റ്റർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പോൾ മോർഫിയുടെ വളരെ മനോഹരമായ ഒരു ഗെയിം പരിചയപ്പെടാം. ഇതിൽ പോൾ മോർഫി ബ്ലാക്ക് പീസുകളാണ്. ഇതിൽ വൈറ്റ് എടുത്തിരിക്കുന്നത് ലൂയി പോൾസൺ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ചെസ് പ്ലെയറാണ്. പോൾസൺ വളരെ പ്രശസ്തനായ ഒരു ചെസ് പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ പല ഓപ്പണിംഗ് വേരിയേഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് സിസിലിയൻ ഡിഫൻസ് പോൾസൺ വേരിയേഷൻ ഉണ്ട്. അതേപോലെ ഫ്രഞ്ച് ഡിഫൻസ് പോൾസൺ അറ്റാക്ക്, വിയന്ന ഗെയിമിൽ പോൾസൺ വേരിയേഷൻ ഉണ്ട്. അങ്ങനെ പ്രശസ്തനായ ഒരു പ്ലെയറാണ് ലൂയി പോൾസൺ. അദ്ദേഹത്തിനെയാണ് 1857 നടന്ന ഈ ഒരു ഗെയിമിൽ പോൾ മോർഫി പരാജയപ്പെടുത്തുന്നത്. വളരെ മനോഹരമായ ഒരു അറ്റാക്കിംഗ് ഗെയിമാണ് ഇതിൽ ഒരു വളരെ മനോഹരമായ ക്വീൻ സാക്രിഫൈസാണ് പോൾ മോർഫി ഉപയോഗിക്കുന്നത്. പോൾസനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ ഡിഫെൻസീവായിട്ടുള്ളൊരു പ്ലെയറാണ്. അന്നത്തെ ഒരു ടോപ്പ് 5 പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റിൽ പോൾസൺ വരും. അദ്ദേഹം വളരെ ഡിഫെൻസീവായിട്ടുള്ള പ്ലെയറാണ്. ഇങ്ങനെ ഡിഫെൻസീവായിട്ടുള്ള പ്ലെയറിനെയാണ് പോൾ മോർഫി പരാജയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് കടക്കാം. പോൾസൺ ഇവിടെ E4 സ്റ്റാർട്ട് ചെയ്യുന്നു. കിങ് പോൺ ഓപ്പണിംഗ്. മോർഫി E5 കളിക്കുന്നു. നൈറ്റ് F3 അറ്റാക്കിംഗ് പോൺ. നൈറ്റ് C6 ഡിഫെൻഡിങ് ദ പോൺ. ഇവിടെ പോൾസൺ തൻ്റെ അടുത്ത നൈറ്റിനെയും ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ മോർഫിയുടെ ഒരു സിമെട്രിക്കൽ വേരിയേഷൻ പോലെ തൻ്റെ നൈറ്റിനെയും F6 ഡെവലപ്പ് ചെയ്യുന്നു. അതിനുശേഷം പോൾസൺ ഇവിടെ ബിഷപ്പ് ടു B5 കളിച്ച് ഒരു അറ്റാക്ക് നടത്തിയിരിക്കുകയാണ്. ഈ ഒരു നൈറ്റിനെ ബിഷപ്പ് കൊണ്ട് അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അത് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നത് ഇൻഡയറക്റ്റായിട്ട് E5 പോണിനെയാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ഈ നൈറ്റാണ് E5 പോണിനെ ഡിഫെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഡിഫെൻഡറെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോണിനെയും ക്യാപ്ചർ ചെയ്യാൻ പറ്റും, ഡിഫെൻഡറെ വെട്ടിമാറ്റിയതിന് ശേഷം. എന്നാൽ അത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് മോർഫി ഇവിടെ ബിഷപ്പ് ടു C5 കളിക്കുന്നു. ഇവിടെ ബിഷപ്പ് ടേക്സ് നൈറ്റാണ് കളിക്കുന്നതെങ്കിൽ മോർഫിക്ക് തിരിച്ച് പോൺ ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പോൺ ടേക്സ് ബിഷപ്പ്. അതിനുശേഷം നൈറ്റ് ടേക്സ് പോൺ ആണെങ്കിൽ ഉടനെ ക്വീൻ ഉപയോഗിച്ച് ക്വീൻ D4 കളിച്ച് മോർഫിക്ക് ഒരു ഡബിൾ അറ്റാക്ക് നടത്താൻ പറ്റും. നൈറ്റിനെയും അതേപോലെ F7 പോണിനെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്ത് കളി മുന്നോട്ട് കൊണ്ടുപോകാൻ മോർഫിക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ബിഷപ്പ് ടേക്സ് നൈറ്റ് ഒരു ഓപ്ഷൻ അല്ല. അതുകൊണ്ട് തന്നെ ആദ്യമായി പോൾസൺ ഇവിടെ കാസ്റ്റിൽ ചെയ്യുന്നു. കിങ് സേഫ്റ്റി. മോർഫിയും കിങ്ങിനെ സുരക്ഷിതമായി കാസ്റ്റിൽ ചെയ്യുന്നു. അതിനുശേഷമാണ് പോൾസൺ ആദ്യമായി ഈ ഒരു പോണിനെ ക്യാപ്ചർ ചെയ്യുന്നത്. ഈ പോണിനെ വെട്ടിമാറ്റിയത് നമുക്ക് നൈറ്റ് ടേക്സ് നൈറ്റ് ഉണ്ടെന്ന് ഇവിടെ തോന്നാം. പക്ഷേ അത് നടക്കില്ല. കാരണം D4 പോൺ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റിനെയും ബിഷപ്പിനെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ആദ്യമായി മോർഫി ഇവിടെ റൂക്ക് ടു E1 കളിക്കുന്നു. ഈ ഒരു സമയത്ത് ഇൻഡയറക്റ്റായിട്ട് പോണിനെയും അറ്റാക്ക് ചെയ്യുന്നു. നൈറ്റിനെ മാത്രമല്ല പോണിനെയും അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നൈറ്റിനെ കൊണ്ട് മറ്റേ നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നു. അതിനുശേഷം പോൺ ടേക്സ് നൈറ്റ്. ഇപ്പോൾ ബിഷപ്പിന് അറ്റാക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ബിഷപ്പ് ടു C4. ഇവിടെ മോർഫി ചെയ്യുന്നത് ആ ഒരു ബിഷപ്പിനെ വീണ്ടും അറ്റാക്ക് ചെയ്ത് ക്വീൻ സൈഡ് ഒരു എക്സ്പാൻഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോൺ ഉപയോഗിച്ച് പോൺ ടു B5 അറ്റാക്കിംഗ് ബിഷപ്പ്. അപ്പോൾ വീണ്ടും മൂവ് ചെയ്ത പീസിനെ തന്നെ പോൾസൺ ഇവിടെ മൂവ് ചെയ്യേണ്ടി വരികയാണ്. ബിഷപ്പ് ടു E2. ഇനി നെക്സ്റ്റ് മൂവിൽ നൈറ്റ് ടേക്സ് പോൺ. അപ്പോൾ നൈറ്റ് ടേക്സ് നൈറ്റ്, റൂക്ക് ടേക്സ് നൈറ്റ്. ഇനി ഇവിടെ
പോൾസൺ കളിക്കുന്നത് ബിഷപ്പ് ടു F3 അറ്റാക്കിംഗ് റൂക്ക്. ഇവിടെ നമുക്ക് ഒരു മനോഹരമായ ഒരു ബിഷപ്പിൻ്റെ ഡയഗണൽ കാണാം. അറ്റാക്ക് കംപ്ലീറ്റ് ഡയഗണലിലുണ്ട്. റൂക്കിനെ അറ്റാക്ക് ചെയ്തിരിക്കുന്നു. അതേപോലെ ആ ഡയഗണൽ തന്നെയാണ് C6 പോൺ ഉള്ളത്. അതേപോലെ ആ ഡയഗണലിൽ തന്നെ A1 റൂക്കുണ്ട്. അപ്പോൾ അതിനെല്ലാം ഡിഫെൻഡ് ചെയ്തുകൊണ്ട് മോർഫി ഇവിടെ റൂക്ക് ടു E6 കളിക്കുന്നു. അപ്പോൾ ആ പോണിനെയും ഡിഫെൻഡ് ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത പോൾസൻ്റെ നീക്കം നോക്കാം. പോൾസൺ കളിക്കുന്നത് ഇവിടെ C3. ഇതിൻ്റെ ഉദ്ദേശം നെക്സ്റ്റ് മൂവിൽ D4 പുഷ് ചെയ്ത് പോണിനെ ഡെവലപ്പ് ചെയ്യണം. സെൻട്രൽ കൺട്രോൾ കിട്ടും. അതേപോലെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യും. അതേപോലെ തൻ്റെ ഡാർക്ക് സ്ക്വയർ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഈ ഒരു ഡാർക്ക് സ്ക്വയർ ബിഷപ്പിനെ ശ്രദ്ധിച്ചാൽ അത് ഡെവലപ്പ് ചെയ്യാതെ C1 സ്ക്വയറിൽ തന്നെ നിൽക്കുന്ന കാണാം. അപ്പോൾ അത് അനുവദിച്ചുകൂടാ. മോർഫി ചെയ്യുന്നത് ആ ഒരു ഡി പോണിനെ അവിടെ തന്നെ കുടുക്കി നിർത്തുന്ന വിധത്തിൽ ക്വീൻ D3 കളിച്ച് അവിടെ ആ ഒരു പോണിനെ ബ്ലോക്ക് ചെയ്യുന്നു. അതേപോലെ ക്വീനിന് ഒരു എക്സലൻറ്റ് സ്ക്വയർ കിട്ടിയിരിക്കുകയാണ് ഇവിടെ. ഇനി പോൾസണ് തൻ്റെ ഈ ബിഷപ്പിനെ ഡാർക്ക് സ്ക്വയർ ബിഷപ്പിനെ എങ്ങനെയെങ്കിലും ഡെവലപ്പ് ചെയ്യണം. അതിനുവേണ്ടി പോൾസൺ ചെയ്യുന്നത് ആദ്യമായി B4 പോൺ പുഷ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇനി ബിഷപ്പിനെ ഇങ്ങോട്ടേക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി വന്നിരിക്കുകയാണ്. ഇവിടെ ആദ്യമായി ബിഷപ്പിനെ B6 കളിക്കുന്നു. അതിനുശേഷം പോൾസൺ ഇവിടെ പോൺ ടു A4 കളിച്ച് ഈ ഒരു B5 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ പോണിനെ വെട്ടിമാറ്റാതെ പോൺ ടേക്സ് പോൺ കളിക്കാതെ വേറെ വല്ല മൂവും നടത്തിക്കഴിഞ്ഞാൽ അടുത്ത നീക്കത്തിൽ ഈ ഒരു പോണിനെ പോൾസന് വെട്ടിമാറ്റാൻ സാധിക്കും. ബ്ലാക്കിൻ്റെ പോണിനെ വെട്ടിമാറ്റാൻ സാധിക്കും. കാരണം ഈ ഒരു C6 പോൺ ഉപയോഗിച്ചിട്ട് അതിനെ തിരിച്ച് വെട്ടിമാറ്റാൻ കഴിയില്ല. കാരണം അത് ബിഷപ്പ് ടേക്സ് റൂക്ക് എന്ന മൂവിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ മോർഫി ഇവിടെ ആദ്യമായി പോണിനെ വെട്ടിമാറ്റുന്നു. അപ്പോൾ ക്വീൻ ടേക്സ് പോൺ. ഇപ്പോൾ പോൾസൺ ഒരു ക്വീൻ സൈഡ് അറ്റാക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മോർഫി ആകട്ടെ കിങ് സൈഡിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം റൂക്ക് അതേപോലെ ക്വീൻ ബിഷപ്പ് രണ്ട് ബിഷപ്പും എല്ലാം ക്വീൻ സൈഡിലേക്ക് അറ്റാക്കിങ്ങിന് റെഡിയായി നിൽക്കുകയാണ്. ഇവിടെയാണ് ഇനി മോർഫി ആദ്യമായി തൻ്റെ C6 പോണിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ബിഷപ്പ് ടു D7 കളിക്കുന്നു. ഇവിടെയും നമുക്ക് കാണാം പോൾസൻ്റെ ഡാർക്ക് സ്ക്വയറിലുള്ള ബിഷപ്പ് ഡെവലപ്പ് ആയിട്ടില്ല. ഇനി അതിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആദ്യമായി D2 പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ബിഷപ്പിനെ മാറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു D2 പോണിനെ ക്വീൻ കൊണ്ട് വെട്ടിമാറ്റാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആദ്യമായി പോൾസൺ റൂക്ക് ടു A2 കളിച്ച് പോണിനെ ഡിഫെൻഡ് ചെയ്യുന്നു. അപ്പോൾ മോർഫി റൂക്ക് E1 കളിച്ച് ഈ ഫയലിൽ റൂക്കിനെ ഡബിൾ ചെയ്യുന്നു. രണ്ട് റൂക്കിനെയും ഒരേ ഫയലിൽ കൊണ്ടുവരുന്നു. എപ്പോഴും നമുക്ക് റൂക്കിനെ ഡബിൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല ഒരു അഡ്വാൻറ്റേജ് ആണ്, അതും ഓപ്പൺ ഫയൽ. അപ്പോൾ ഇനി മോർഫി നെക്സ്റ്റ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ക്വീൻ ടേക്സ് റൂക്ക് E1 കളിച്ചതിന് ശേഷം നെക്സ്റ്റ് ഉദ്ദേശിക്കുന്നത് ക്വീൻ ടേക്സ് റൂക്കാണ്, ചെക്ക്. അപ്പോൾ കിങ് ടേക്സ് ക്വീൻ നടത്തിക്കഴിഞ്ഞാൽ റൂക്ക് E1 ചെക്ക് മേറ്റ്. അപ്പോൾ ഇവിടെ ഒരു ചെക്ക് മേറ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ഒരു വഴിയുള്ളൂ. ഒന്ന് അല്ലെങ്കിൽ ക്വീനെ D1 കൊണ്ടുവരണം, അല്ലെങ്കിൽ ക്വീനിനെ
A6 കൊണ്ടുവരണം. പോൾസൺ ഇവിടെ ക്വീൻ ടു A6 കളിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ക്വീൻ ടേക്സ് റൂക്ക് നടക്കില്ല, കാരണം ക്വീൻ ടേക്സ് ക്വീൻ. എന്നാൽ പോൾസൺ ഇവിടെ മിസ് ചെയ്ത ഒരു മൂവുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാവുന്നതാണ്. മോർഫിയുടെ അടുത്ത മൂവ്. ഈ മൂവ് മോർഫി ഏകദേശം 10 മിനിറ്റോളം സമയമെടുത്തു. മോർഫി ഇവിടെ കളിക്കുന്നത് ക്വീൻ ടേക്സ് ബിഷപ്പ്, സാക്രിഫൈസിങ് ദ ക്വീൻ. ഇനി അടുത്ത നീക്കം പോൾസൺ 1 മണിക്കൂറിലേറെ സമയം ചെലവഴിച്ചു. പോൺ ടേക്സ് ക്വീൻ. ഈ ഒരു ക്വീനിനെ വെട്ടിമാറ്റാൻ പോൾസൺ വളരെയധികം ആലോചിച്ചു. അപ്പോൾ നമുക്കിനി നോക്കാം. മോർഫിയുടെ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യമായി റൂക്ക് G6 ചെക്ക്, കിങ് H1, അപ്പോൾ ബിഷപ്പ് H3 അറ്റാക്കിംഗ് റൂക്ക്. ഇനി ഇവിടെ നമുക്ക് നോക്കാം. കിങ്ങിനെ പോൾസൺ ഇവിടെ കളിക്കുന്നത് റൂക്ക് ടു D1 ആണ്. ഇനി അതല്ല വേറെ വല്ലതും നീക്കിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ റൂക്ക് ടു A1 വല്ലതും നീക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് ബിഷപ്പ് കൊണ്ട് ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. റൂക്ക് ടു A1 കളിച്ചാൽ ബിഷപ്പ് ചെക്ക്, കിങ് G1, ബിഷപ്പ് ടേക്സ് പോൺ ചെക്ക്മേറ്റ്. ഇനി അതിന് പകരം റൂക്ക് G1 കളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് റൂക്ക് ടേക്സ് റൂക്ക് ചെക്ക്, കിങ് ടേക്സ് റൂക്ക്, റൂക്ക് ടു E1, ആകെയുള്ള ഒരു മൂവ് ക്വീൻ ടു F1 ചെക്ക് കവർ ചെയ്യുന്നു. അപ്പോൾ റൂക്ക് ടേക്സ് ക്വീൻ ചെക്ക്മേറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചെക്ക് മേറ്റിൻ്റെ പോസിബിലിറ്റി കണ്ടുകൊണ്ട് തന്നെ പോൾസൺ ഇവിടെ കളിക്കുന്നത് റൂക്ക് ടു D1. ഇനി ഇവിടെ നിന്നും അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ മോർഫി ആദ്യമായി ചെക്ക് കൊടുക്കുന്നു. കിങ് തിരിച്ച് വരുന്നു. അപ്പോൾ ബിഷപ്പ് ടേക്സ് പോൺ. ഇനി കിങ് ടു F1, അപ്പോൾ വീണ്ടും ബിഷപ്പ് ചെക്ക്. ഇനി കിങ്ങിനെ ഇങ്ങോട്ടേക്ക് ഈ ഫയലിലേക്ക് പോകാൻ പറ്റില്ല, കാരണം റൂക്ക് ആ ഒരു ഫയൽ കംപ്ലീറ്റായി കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കിങ് തിരിച്ചു വരുന്നു. അപ്പോൾ വീണ്ടും ബിഷപ്പ് H3 ചെക്ക്. അതായത് ഇനി കിങ്ങിന് F ഫയലിലേക്ക് പോകാൻ പറ്റില്ല, ബിഷപ്പ് അത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കിങ് ടു H1, കിങ്ങിനെ ഒരു കോർണറിലേക്ക് അടുപ്പിച്ചിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് മൂവിൽ ബിഷപ്പ് ടേക്സ് പോൺ, ആ ഒരു സ്ക്വയർ കൂടി കൺട്രോൾ ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് മൂവിൽ ബിഷപ്പ് G2 ചെക്ക്മേറ്റ് ആണ്. അപ്പോൾ ഇനി അത് കവർ ചെയ്യാൻ വേണ്ടി പോൾസൺ ഇവിടെ തൻ്റെ ക്വീനിനെ സാക്രിഫൈസ് ചെയ്യുകയാണ്. അപ്പോൾ മോർഫി ബിഷപ്പ് ടേക്സ് ക്വീൻ, റൂക്ക് ടേക്സ് ക്വീൻ. ഇനി അടുത്ത മൂവിൽ തൻ്റെ ഈ 8ലുള്ള റൂക്കിനെ കൊണ്ടുവരികയാണ്. റൂക്ക് ടു E2. ഇവിടെ കാര്യമായ ഒരു മൂവും നടത്താനില്ല വൈറ്റിന്. അപ്പോൾ വൈറ്റ് ഇവിടെ തൻ്റെ റൂക്കിനെ A1ലേക്ക് കളിച്ചുകൊണ്ട് വീണ്ടും കുറച്ചുകൂടി ഡിഫെൻസീവ് ആയി കളിക്കുകയാണ്. ലാസ്റ്റ് റോയിൽ ഒരു ഡിഫെൻസീവ് ഫോഴ്സ് കൂട്ടുകയാണ് റൂക്കിനെ A1 കളിച്ചുകൊണ്ട്. അപ്പോൾ മോർഫി ഇവിടെ റൂക്ക് ടു H6 കളിച്ച് H2 പോണിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ പോൾസൺ കളിക്കുന്നത്
d4, attacking the rook. ഇവിടെ നെക്സ്റ്റ് മൂവിൽ പോൾസൺ റിസൈൻ ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം, വീഡിയോ പോസ് ചെയ്ത് നോക്കാം. മോർഫി കളിക്കുന്നത് ബിഷപ്പ് ടു e3, ആ ഒരു ലൈൻ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ബിഷപ്പിൻ്റെ ലൈൻ ബ്ലോക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ കാര്യമായ ഡിഫെൻസീവ് മൂവ്സ് ഒന്നുമില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ വെച്ച് ഈ ഒരു മൂവ് കൊണ്ട് തന്നെ പോൾസൺ ഗെയിം റിസൈൻ ചെയ്യുകയാണ്. നമുക്ക് നോക്കാം എന്താവുമായിരുന്നു എന്ന്. ബിഷപ്പ് ടേക്സ് ബിഷപ്പ്, അപ്പോൾ റൂക്ക് ടേക്സ് പോൺ ചെക്ക്, കിങ് g1, റൂക്ക് g2 ചെക്ക്മേറ്റ്. അതൊരു വേരിയേഷനാണ്. ഇനി അങ്ങനെ വെട്ടി മാറ്റാതെ വേറെ വല്ലതും കളിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഡിഫെൻസീവായിട്ട് കളിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ റൂക്ക് ടു g1 കളിച്ചിട്ട് കാര്യമില്ല, കാരണം ഡയറക്റ്റ് ചെക്ക്മേറ്റ് ആണ്. റൂക്ക് ടേക്സ് h2 ചെക്ക്മേറ്റ്. അതേപോലെ ഇനി ആകെയുള്ള ഒരു ഡിഫെൻസീവ് മൂവ് റൂക്ക് f2, അപ്പോഴും റൂക്ക് ടേക്സ് റൂക്ക്, ബിഷപ്പ് ടേക്സ് ബിഷപ്പ്, അപ്പോൾ റൂക്ക് ടേക്സ് പോൺ ചെക്ക്. ഈ റൂക്കല്ല, സോറി, ഈ റൂക്ക് ഉപയോഗിച്ച് എഫിലുള്ള റൂക്ക് ഉപയോഗിച്ച് ചെക്ക് ചെയ്യണം. അപ്പോൾ കിങ് g1, അപ്പോൾ വീണ്ടും നമുക്കൊരു ചെക്ക് കൂടി കൊടുക്കാൻ പറ്റും. ഇനി കിങ് എങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാലും നമുക്ക് അടുത്ത റൂക്കിനെയും ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വേരിയേഷനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പോൾസൺ റിസൈൻ ചെയ്യുകയായിരുന്നു. ഇവിടെയും റൂക്ക് ടേക്സ് ബിഷപ്പിനെ കൊണ്ട് കാര്യമില്ല, പോൺ ടേക്സ് ബിഷപ്പ്. അപ്പോൾ ഈ റൂക്ക് വെച്ച് എളുപ്പത്തിൽ തന്നെ മോർഫിക്ക് ജയിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഗെയിം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുപോലെയുള്ള കുറേ വീഡിയോകൾ ഇനിയും ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.